ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം. നമ്മളിന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നതല്ല, നമ്മളൊരു സെൻട്രൽ ചാനൽ സ്പീക്കർ, അതായത് നമ്മളുടെ ഒരു 5.1-ൻ്റെ സെൻട്രൽ ചാനൽ സ്പീക്കർ, അതായത് ഡ്യുവൽ സ്പീക്കർ, അതായത് 2 സ്പീക്കറും പിന്നെ അതേപോലെ ഒരു ട്യൂട്ടറും, ഇതെങ്ങനെയാണ് നമ്മൾ വയറിങ് ചെയ്യുന്നതെന്നാണ് ഇന്ന് നിങ്ങളെ കാണിച്ചു തരുന്നത്. ഇതിനു മുമ്പ് നമ്മൾ 3-വേ ബോക്സുകളും ഒക്കെ വയറിങ് ചെയ്യുന്നതൊക്കെ നമ്മൾ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല പക്ക ക്വാളിറ്റിയിൽ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള രീതിയിൽ തന്നെയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഈ ഒരു ബോക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു MDF-ൽ ചെയ്ത ബോക്സാണ്, വിനൈൽ സ്റ്റിക്കറൊക്കെ ഒട്ടിച്ച് ചെയ്ത ബോക്സാണ്. അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ട് നെറ്റൊക്കെ വരും, അതൊക്കെ നിങ്ങളെ ഞാൻ ലാസ്റ്റ് കാണിക്കാം. അപ്പോൾ ഞാൻ ഇതിലേക്ക് നമ്മൾ ഉപയോഗിക്കുന്ന ഡ്രൈവേഴ്സുകളും ഒക്കെ ഞാനൊന്ന് പരിചയപ്പെടുത്താം നിങ്ങളെ. അപ്പോൾ നമ്മൾ ഇതിലേക്ക് ഉപയോഗിക്കുന്നത് 4 ഇഞ്ചിൻ്റെ സ്പീക്കറാണ്, 4 ഇഞ്ചിൻ്റെ വൂഫറാണ് നമ്മൾ ഇതിലേക്ക് ഉപയോഗിക്കുന്നത്. അതായത് സ്വീറ്റൻ്റെ 4 ഇഞ്ച് വരുന്ന വൂഫർ, അതായത് ഒരു വൂഫർ 40 വാട്ട്സ് കിട്ടുന്ന വൂഫറാണ്. അപ്പോൾ 2 എണ്ണമാണ് നമ്മളിവിടെ കൊടുക്കുന്നത്. ഈ 2 എണ്ണം കൊടുക്കുമ്പോൾ നമുക്ക് 80 വാട്ട്സ് നമുക്ക് കിട്ടും. ഇത് നമ്മൾ സീരീസ് കണക്ഷനാണ് ചെയ്യുന്നത്. സീരീസ് കണക്ഷൻ എങ്ങനെയാണ് കൊടുക്കുന്നത്, ഈസി ആയിട്ട് കൊടുക്കുന്നത് എന്ന് നിങ്ങളെ ഇന്ന് കാണിച്ചു തരുന്നതായിരിക്കും. അപ്പം ഇത് 4 ഓംസിൽ വരുന്ന 2 വൂഫറാണ്. അപ്പോൾ ഈ വൂഫർ 4 ഓംസിൽ നിന്ന് എങ്ങനെ 8 ഓംസ് ആക്കാം എന്ന് നമുക്കിന്ന് നോക്കാം. പിന്നെ അതിൻ്റെ കൂടെ നമ്മൾ ഇതിലേക്ക് കൊടുക്കുന്ന ട്യൂട്ടർ, നമ്മൾ കൊടുക്കുന്നത് ഡൂം ട്യൂട്ടറാണ്. ഡൂം ട്യൂട്ടർ സിപ്പിൻ്റെ ഡൂം ട്യൂട്ടറാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. സിപ്പിൻ്റെ EZ-DT09 എന്ന് പറയുന്ന മോഡലാണ്. ഇത് മാഗ്നറ്റ് ട്യൂട്ടറാണ്. നല്ല ക്വാളിറ്റി, അതായത് നല്ല ഒരു ഒറിജിനൽ ഓഡിയോ ക്വാളിറ്റി തരുന്ന ട്യൂട്ടറാണ്. പിന്നെ നമ്മൾ ഈ കപ്പാസിറ്റർ ഒന്നും ഇട്ടല്ല നമ്മൾ ചെയ്യുന്നത്, നമ്മൾ ക്രോസ് ഓവർ ഇട്ട് തന്നെയാണ്. നമ്മളുടെ 2-വേ ബോക്സുകളൊക്കെ നമ്മൾ ചെയ്യുന്നത് മിക്കവാറും എല്ലാ 90% ബോക്സുകളും നമ്മൾ ക്രോസ് ഓവർ ഇട്ട് തന്നെയാണ്. പിന്നെ കസ്റ്റമർ പറയുന്ന അനുസരിച്ച് അവരുടെ ബഡ്ജറ്റ് അനുസരിച്ചൊക്കെ നമ്മൾ ഇതിട്ട് കൊടുക്കുന്നതേ ഉള്ളൂ, കപ്പാസിറ്റർ ഇട്ട്. പക്ഷേ ഇത് നമ്മൾ ചെയ്യുന്നത് ക്രോസ് ഓവർ ഇട്ടാണ്. ഇത് നല്ല ഒരു ക്രോസ് ഓവറാണ്, നിങ്ങൾക്കൊക്കെ പരിചയമുള്ളതാണ്. ഡൂഗി സൗണ്ട്സിൻ്റെ ക്രോസ് ഓവറാണ്, നല്ല ഓഡിയോ ക്വാളിറ്റി തരുന്ന ക്രോസ് ഓവറാണ്. ഈ ക്രോസ് ഓവർ നമ്മൾ ഇടുന്നുണ്ട്. പിന്നെ അടുത്തതായിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പീക്കർ സോക്കറ്റാണ്. ഇതിൻ്റെ ബാക്ക് സൈഡിൽ നമ്മൾ കണക്ട് ചെയ്യുന്ന സ്പീക്കർ കണക്ട് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു സ്പീക്കർ സോക്കറ്റും. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഈ ഒരു ബോക്സ് സെറ്റ് ചെയ്യാൻ വേണ്ടി ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ. ഇതാണ്. പിന്നെ നമ്മളിവിടെ ഉപയോഗിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ 0.5 mm-ൻ്റെ DC വയറാണ്, അതായത് പക്ക കോപ്പർ ആയിരിക്കും. DC വയർ ആയതുകൊണ്ട് തന്നെ പക്ക കോപ്പർ വയറാണ്, നല്ല ക്വാളിറ്റി ആയിരിക്കും. അപ്പോൾ ഇതാണ് നമ്മൾ വയറിങ്ങിനായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. പോകുന്നതിന് മുമ്പായിട്ട് നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളുണ്ടെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഇതിൻ്റെ ആദ്യ സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ക്രോസ് ഓവറിൻ്റെ കണക്ഷൻ നമ്മൾ കൊടുക്കുകയാണ്. അപ്പോൾ നമുക്ക് ക്രോസ് ഓവറിൻ്റെ കണക്ഷൻ ഒന്ന് കൊടുക്കാം. അപ്പോൾ ആദ്യം നമ്മൾ കൊടുക്കുന്നത് ഇൻപുട്ട് കണക്ഷനാണ് നമ്മൾ ആദ്യം കൊടുക്കുന്നത്. നമുക്ക് അതൊന്ന് കൊടുക്കാം. ഇൻപുട്ട് ഒന്ന് കൊടുക്കാം. അപ്പോൾ ഇതിൽ വ്യക്തമായിട്ട് തന്നെ അവരവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്, അതായത് പ്ലസ് മൈനസ്, ഇതാണ് ഇൻപുട്ട്. ഇത് വൂഫറിലേക്കുള്ള കണക്ഷൻ, അതായത് ബാസ് എന്ന് B എന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഈ T എന്ന് മെൻഷൻ ചെയ്തിരിക്കുന്നതാണ് ട്രിബിൾ, അതായത് ട്യൂട്ടറിലേക്കുള്ള കണക്ഷൻ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ വയറിംഗ് ഒന്ന് ചെയ്യാം. അപ്പോൾ നമ്മൾ ഇവിടെ ക്രോസ് ഓവറിൻ്റെ വയറിംഗ് നമ്മൾ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. നമുക്കിതിലേക്ക് സ്പീക്കർ ഒന്ന് കണക്ട് ചെയ്യാം. അതിന് മുമ്പായിട്ട് നമുക്ക് ഇതൊന്ന് സ്ക്രൂ ചെയ്തൊന്ന് ഉറപ്പിച്ച് ഇതിലേക്ക് ബോക്സിലേക്ക് വെക്കണം. നമ്മളപ്പോൾ ഈ ക്രോസ് ഓവർ നമ്മുടെ ബോക്സിലേക്ക് നമ്മൾ സ്ക്രൂ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളിനി അടുത്തതായിട്ട് ചെയ്യാൻ പോകുന്നത് നമ്മളുടെ വൂഫർ നമുക്കൊന്ന് കണക്ട് ചെയ്യണം. കണക്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമുക്ക് അതിൻ്റെ ഓംസ് റേഞ്ച് ഒക്കെ ഒന്ന് ചെക്ക് ചെയ്ത് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് വൂഫർ ഒന്ന് കണക്ട് ചെയ്യാം. നമ്മളിപ്പോൾ എടുത്തിരിക്കുന്ന ഈ സ്വീറ്റൻ്റെ വൂഫർ ഞാൻ ആദ്യമേ പറഞ്ഞു 4 ഓംസ് ആണ്. അപ്പോൾ 4 ഓംസിൽ 40 വാട്ട്സ് ആണ് കിട്ടുന്നത്. അപ്പോൾ നമ്മളിത് 8 ഓംസ് ആയിട്ട് നമ്മളിത് ചേഞ്ച് ചെയ്ത് മാറ്റാൻ പോവുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഈ പൊളാരിറ്റി എന്ന് പറയുന്നത് ഇവിടെ ഈ മാഗ്നറ്റിൽ അവർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ ഒരു സൈഡ് ഇത് മൈനസും ഇത് പ്ലസ്സും ആണ്. അപ്പോൾ നമ്മൾ ഈ സീരീസ് കണക്ഷൻ നമ്മൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതായത് 4 ഓംസിൽ നിന്നും ഇപ്പം പാരൽ കണക്ഷൻ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ ഈ 4 ഓംസ് വൂഫർ നേരെ 2 ഓംസിലേക്ക് മാറും. അപ്പോൾ ഈ സീരീസ് കണക്ഷൻ നമ്മൾ ചെയ്യുന്ന സമയത്ത് ഈ പോസിറ്റീവിൽ നിന്നും ഒരു കണക്ഷൻ നേരെ നെഗറ്റീവിലേക്കും, പിന്നെ നെഗറ്റീവിൽ നിന്നും പോസിറ്റീവിൽ നിന്നും ഓരോ കണക്ഷൻ നമ്മളുടെ ക്രോസ് ഓവറിലേക്കും, അങ്ങനെയാണ് ഇത് പോകുന്നത്. അപ്പോൾ ഞാനതൊന്ന് നിങ്ങളൊന്ന് ഞാൻ കാണിച്ചു തരാം. ഈ ഒരു, അതായത് ഇപ്പം ഞാൻ ചെയ്യാൻ പോകുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതിൻ്റെ നെഗറ്റീവിൽ നിന്നും ഞാൻ ഈ വൂഫറിൻ്റെ പോസിറ്റീവിലേക്ക് ഈ ഒരു വയർ ഞാൻ കണക്ട് ചെയ്യാൻ പോവുകയാണ്. അതിനുശേഷം ഞാൻ നിങ്ങൾക്ക് ഇതിൻ്റെ ഓംസ് റേഞ്ച്, അതായത് ഓംസ് എത്രയാണ് വരുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇപ്പോൾ ഒരു കാര്യം ചെയ്യാം, ഞാൻ ആദ്യം ഈ ഒരു വൂഫറിൻ്റെ ഓംസ് ഞാനിപ്പോൾ ഞാനൊന്ന് ചെക്ക് ചെയ്ത് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം.
ഇതിപ്പോൾ മൾട്ടിമീറ്ററിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും 4 ohms ഇതിൽ കാണിക്കുന്നുണ്ട്. ഇനി നമ്മളിത് സീരീസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതെങ്ങനെയാണ് വരുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ ഞാനിവിടെ ഇപ്പോൾ ഇതൊന്ന് സീരീസ് ചെയ്തിട്ടുണ്ട്. സീരീസ് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നമ്മളുടെ ഈ ഒരു വൂഫറിൻ്റെ മൈനസിൽ നിന്നും ഇതിലേക്ക് പ്ലസ്സിലേക്കാണ് ഞാൻ കണക്ട് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇത് 4 ohms ആയിരുന്നു, ഞാൻ നേരത്തെ നിങ്ങളെ ചെക്ക് ചെയ്ത് കാണിച്ചു. ഇനി ഇത് 8 ohmsലേക്ക് വരുന്നുണ്ടോ എന്ന് നമുക്കൊന്ന് നോക്കാം. അതിനായിട്ട് നമ്മൾ മൾട്ടിമീറ്റർ എടുത്തു, അതിൻ്റെ പ്രോബ് ഈ വൂഫറിൻ്റെ പ്ലസ്സിലും ഈ വൂഫറിൻ്റെ മൈനസിലേക്ക് നമ്മൾ കണക്ട് ചെയ്യുകയാണ്. ഇതവിടെ കണക്ട് ചെയ്യുന്ന സമയത്ത് 7.6 ഇപ്പോൾ 7.5 വന്നിട്ടുണ്ട്. അതായത് 8 ohmsലേക്ക് വന്നിരിക്കുകയാണ്. 8 ohms കൊണ്ട് 7.5 എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ യാതൊരു കുഴപ്പവുമില്ല, 7 കിട്ടിയാലും കുഴപ്പമില്ല. അപ്പോൾ 8 ohms ആയിട്ട് ഇത് മാറിയിരിക്കുകയാണ്. ഇനി നമുക്കിതിൻ്റെ ബാക്കിയുള്ള കണക്ഷൻസുകളൊക്കെ നമുക്ക് ഒന്ന് നോക്കാം. ഇനി ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് ക്രോസ് ഓവറിൽ നിന്നും വരുന്ന പ്ലസ്, അത് ഞാൻ നമ്മളുടെ ഈ ഒരു വൂഫറിൻ്റെ പ്ലസ്സിലേക്ക് ഞാൻ കണക്ട് ചെയ്യാൻ പോവുകയാണ്. ഞാനത് വൂഫറിൻ്റെ പ്ലസ്സിലേക്ക് ഞാൻ കണക്ട് ചെയ്തു. ഇനിയും വരുന്നത് വയറിങ് വരുന്നത് മൈനസ് ആണ്, അതായത് ക്രോസ് ഓവറിൽ നിന്നും വരുന്ന മൈനസ് വയർ. അത് നമുക്ക് ഈ സൈഡിൽ അതായത് ഈ ഒരു സൈഡിൽ വരുന്ന നമ്മുടെ ഈ വൂഫറിൻ്റെ മൈനസിലേക്ക് നമുക്ക് സോൾഡർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മളതും സോൾവ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ട്യൂട്ടറിൻ്റെ ലൈനാണ് നമ്മൾ കൊടുക്കാൻ പോകുന്നത്. അതൊന്ന് സോൾവ് ചെയ്യാം. നമ്മളപ്പം ട്യൂട്ടറിൻ്റെ കണക്ഷൻ നമ്മളിവിടെ കൊടുത്തിരിക്കുകയാണ്. ഈ ഒരു ഭാഗത്തായിട്ട് മൈനസും ഈ ഒരു ഭാഗത്തായിട്ട് പ്ലസ്. ഇതിപ്പോൾ ഞാൻ നമ്മൾ ഈ ട്യൂട്ടറിൻ്റെ ലൈൻ എപ്പോഴും ഈ ട്യൂട്ടറിനെ പറ്റിയൊക്കെ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ് സിക്കിൻ്റെ. അപ്പോൾ അതുകൊണ്ടാണ് അത് കൂടുതലും ഞാൻ വിശദീകരിച്ച് ഞാൻ നിങ്ങളെ കാണിക്കാൻ. അതുകൊണ്ടാണ് നമുക്ക് ബോക്സിലേക്ക് ഇതൊന്ന് വയ്ക്കാം. അപ്പോൾ നമ്മളുടെ സ്പീക്കറും ട്യൂട്ടറും ഒക്കെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി ഇതിലേക്ക് നമുക്ക് ഒന്ന് സ്ക്രൂ ചെയ്യാം. ഇതെല്ലാം ഒന്ന് സ്ക്രൂ ചെയ്ത് നമുക്കൊന്ന് ഫിറ്റാക്കി വയ്ക്കാം. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളുടെ സെൻറ്റർ ചാനൽ ബോക്സിൻ്റെ വർക്ക് കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ കണക്ഷൻസ് എല്ലാം നമ്മൾ കൊടുത്തു, സ്ക്രൂ ഒക്കെ എല്ലാം നമ്മൾ നന്നായിട്ട് തന്നെ സെറ്റ് ചെയ്തെല്ലാം വെച്ചിരിക്കുകയാണ്. ഇനി നമുക്കിതിൻ്റെ ബാക്ക് സൈഡിൽ സ്പീക്കർ സോക്കറ്റും കൂടി ഒന്ന് നമുക്ക് കണക്ട് ചെയ്താൽ മതി. അതും കൂടെ ഒന്ന് കണക്ട് ചെയ്തിട്ട് പോരാം. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ വർക്ക് കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. അപ്പോൾ ഞാനൊന്ന് ടെസ്റ്റ് ചെയ്ത് കാണിക്കാം. അതിനായിട്ട് ഞാനൊരു ബാറ്ററി ഞാനിവിടെ എടുത്തിട്ടുണ്ട്. അതൊന്ന് ഞാൻ വെച്ചിട്ട് ബാറ്ററി വെച്ച് നമുക്ക് ഈ സ്പീക്കർ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. എല്ലാം നല്ല പക്ക പെർഫെക്റ്റ് ആയിട്ട് തന്നെ വർക്ക് ആയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസൊക്കെ നമ്മളുടെ ചാനൽ വരാൻ വേണ്ടി, അല്ലെങ്കിൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടി നമ്മളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് ഉടനെ എത്തുന്നതായിരിക്കും. ഗുഡ് ബൈ.